ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ പ്രമുഖ പത്രങ്ങളും അവ ആരെ ആരംഭിച്ചു എന്നുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലോട്ടം കടക്കാം. സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രം ഏതാണെന്നറിയാമോ? സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രമാണ് ബംഗാളി. ഓർത്ത് വെച്ചോളുക. സുരേന്ദ്രനാഥ ബാനർജി ആരംഭിച്ച പത്രം ആൻസർ ബംഗാളി. അതുപോലെ തന്നെ ദാദാഭായി നവറോജി ആരംഭിച്ച പത്രം ഏതാണ്? ദാദാഭായി നവറോജി ആരംഭിച്ച പത്രമാണ് ദി വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ദാദാഭായി നവറോജിയാണ്. വോയിസ് ഓഫ് ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു ദാദാഭായി നവറോജി. ബാല ഗംഗാധര തിലകൻ ആരംഭിച്ച പത്രങ്ങൾ ഏതൊക്കെയാണ്? മറാത്ത കേസരി എന്നീ പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ബാല ഗംഗാധര തിലകനാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രം ഏതാണ്? നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. നേഷൻ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. മദൻ മോഹൻ മാളവ്യ ആരംഭിച്ച പത്രം ഏതാണ്? ദി ലീഡർ എന്ന പത്രം ആരംഭിച്ചു. ആൻസർ മദൻ മോഹൻ മാളവ്യാണ് ദി ലീഡർ എന്ന പത്രം ആരംഭിച്ചത്. ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ജി സുബ്രഹ്മണ്യ അയ്യർ. ഹിന്ദു എന്ന പത്രം ആരംഭിച്ചത് ജി സുബ്രഹ്മണ്യ അയ്യറാണ്. ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചു ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. ഇന്ത്യ എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? സുബ്രഹ്മണ്യ ഭാരതിയാണ്. അതുപോലെ തന്നെ ബഹിഷ്കൃത ഭാരത് എന്ന പത്രം ആരംഭിച്ചു ആരാണെന്നറിയാമോ? ഡോക്ടർ ബി ആർ അംബേദ്കർ. ബഹിഷ്കൃത ഭാരത് എന്ന പത്രം ആരംഭിച്ചത് ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അൽ ഹിലാൽ, അൽ ബലാഗ് എന്ന പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ ഹിലാൽ എന്നും അൽ ബലാഗ് എന്നും പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചു ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. ഷോപ്രകാശ് എന്ന പത്രം ആരംഭിച്ചത് ആരാണ്? ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ്. ന്യൂ ഇന്ത്യ, കോമൺവീൽ എന്നീ പത്രങ്ങൾ ആരംഭിച്ചു ആരാണ്? ന്യൂ ഇന്ത്യ എന്നും കോമൺവീൽ എന്നും പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? ന്യൂ ഇന്ത്യ എന്നും കോമൺവീൽ എന്നും പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചത് ആനി ബസന്റ് ആണ്. യങ് ഇന്ത്യ, ഹരിജൻ എന്നീ പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചു. യങ് ഇന്ത്യ എന്നും ഹരിജൻ എന്നും പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? മഹാത്മാഗാന്ധിയാണ്, അല്ലെങ്കിൽ ഗാന്ധിജിയാണ്. അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ആരംഭിച്ചു. ആരംഭിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റുവാണ്. ഉദ്ബോധൻ, പ്രബുദ്ധ ഭാരത് എന്നീ പത്രങ്ങൾ ആരംഭിച്ചു ആരാണ്? ഉദ്ബോധൻ എന്നും പ്രബുദ്ധ ഭാരത് എന്നും പേരുള്ള പത്രങ്ങൾ ആരംഭിച്ചത് ആരാണ്? സ്വാമി വിവേകാനന്ദനാണ്. ആര്യപ്രകാശം എന്ന പത്രം ആരംഭിച്ചു ആരാണ്? ആരംഭിച്ചത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. അമൃത ബസാർ പത്രിക എന്ന പത്രം ആരംഭിച്ചു ആരാണ്? ആരംഭിച്ചത് ആരാണ്? മോത്തിലാൽ ഘോഷ്, ശിശിർ കുമാർ ഘോഷ്. ഓർത്ത് വെച്ചോളുക, വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. അതുപോലെ തന്നെ മുംബൈ സമാചാർ എന്ന പത്രം ആരംഭിച്ചു ആരാണെന്നറിയാമോ? മാർട്സ്ബാനാണ് മുംബൈ സമാചാർ എന്ന പത്രം ആരംഭിച്ചത്. ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചു ആരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ബംഗാൾ ഗസറ്റ് എന്ന പത്രം ആരംഭിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ചലപതി റാവു ആണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പത്രപ്രവർത്തനങ്ങളുടെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? തുഷാർ കാന്തി ഘോഷിനെയാണ്. അതുപോലെ
ഇന്ത്യൻ പ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യൻ പ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. അതുപോലെ തന്നെ ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ് ഇന്ത്യൻ പ്രസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ ദേശീയ പത്രദിനം എന്നാണ് ജനുവരി 29. ദേശീയ പത്രദിനം ജനുവരി 29 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള ദിനപത്രം ഏതാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന ദിനപത്രം ദൈനിക് ജാഗരണാണ്. ഭാഷ ചോദിച്ചാൽ ഹിന്ദി ഭാഷയാണ്. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ദിനപത്രം ഏതാണ്? മുംബൈ സമാചാറാണ്. ഏതാണ്? മുംബൈ സമാചാറാണ്. മുംബൈ സമാചാർ. ഭാഷ ഗുജറാത്തിയാണ്. ഭാഷ ഏതാണ്? ഗുജറാത്തിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ഏതാണ്? ബംഗാൾ ഗസറ്റാണ്. ബംഗാൾ ഗസറ്റ് ഏത് ഭാഷയിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് ഭാഷയിലായിരുന്നു. ബംഗാൾ ഗസറ്റ് ഏത് ഭാഷയിലാണ്? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ബംഗാൾ ഗസറ്റ് ആരംഭിച്ചതാരാണ്? ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പറഞ്ഞു. പത്രങ്ങളെ കുറിച്ചുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞത്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻസ് എന്താണ്? മോസ്റ്റ് യൂസ്ഫുൾ ആയ ക്വസ്റ്റ്യൻസ് ആണ്. വീഡിയോ കാണുന്നവരൊക്കെ വീഡിയോ കാണുക. ഞാൻ ഈ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ചോദിക്കാൻ സാധ്യതകൾ ഏറെയുള്ളതാണ്. അപ്പോൾ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് കേട്ട് പഠിക്കാവുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, അത് ഉറപ്പാണ്. അതിന് ഞാൻ പറഞ്ഞു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ഞാൻ നല്ലൊരു വീഡിയോയിൽ പറയുകയുണ്ടായി. നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ ഒരിക്കൽ പോലും എന്ത് ചെയ്യാൻ പാടില്ല? നിരാശപ്പെട്ടു പോകുവാൻ പാടില്ല. എത്ര പ്രതിസന്ധിയിലും നമ്മൾ എന്ത് ചെയ്യണം? ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുക. തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ നമ്മുടെ മുമ്പിൽ തെളിയും, ഉറപ്പാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിൽ നിന്നാലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് തോന്നുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ പോലും കേട്ടോ, നമ്മൾ ആത്മധൈര്യം കൈവിടാതെ മുന്നോട്ട് നീങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരു സൊല്യൂഷൻ തീർച്ചയായിട്ടും നമുക്ക് മുമ്പിൽ പിറവിയെടുക്കുമെന്നാണ് കേട്ടോ. തീർച്ചയായിട്ടും ഒരു സൊല്യൂഷൻ ഉണ്ടാവും. നമുക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അവിടെ തെളിയും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ എന്ത് ചെയ്യുക? അധ്വാനിക്കാനൊരു മനസ്സ് നമുക്കുണ്ടാകണം കേട്ടോ. അധ്വാനിക്കാനൊരു മനസ്സുണ്ടാകണം. അതുപോലെ തന്നെ ഇന്നലെ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കൽ പോലും മറ്റൊരാളിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടുവാനായിട്ട് പാടില്ല കേട്ടോ. മറ്റൊരാളിനെ അയാളുടെ വഴിക്ക് വിടുക കേട്ടോ. നമ്മളൊരു വ്യക്തിയെക്കുറിച്ചും കാട് കയറി ചിന്തിക്കാൻ പാടില്ല കേട്ടോ. ഒരു വ്യക്തിയെക്കുറിച്ചും അനാവശ്യമായിട്ട് ചിന്തിച്ചു കൂട്ടുവാൻ പാടില്ല. അതെന്ത് ചെയ്യുന്നു? അങ്ങനെയുള്ള ചിന്താഗതികൾ, വേറൊരാളെക്കുറിച്ച് ഉള്ള തെറ്റായ ചിന്താഗതികൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ മാനസിക ആരോഗ്യത്തെ തകർക്കുന്ന ഒന്നായിട്ട് മാറുമെന്നാണ്. അതുകൊണ്ട് അതൊന്നും പാടില്ല. നല്ലത് ചിന്തിക്കുക കേട്ടോ. അതുപോലെ നമുക്കുണ്ടായിരിക്കണം, ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞതാണ്, നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ് നമ്മുടെ ശുഭപ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യുക? നട്ടു വളർത്തുക. ശുഭപ്രതീക്ഷകൾ ഉണ്ടാക്കിയെടുക്കുക. ഈ ശുഭപ്രതീക്ഷകൾ നമുക്ക് എന്ത് നൽകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് നൽകുന്നു? നമുക്ക് ജീവിതം നൽകുന്നു എന്നാണ് കേട്ടോ. ശുഭപ്രതീക്ഷകൾ മതി എന്ത് ചെയ്യാൻ? ജീവിതത്തിലേക്ക് നീങ്ങുവാൻ. അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പാടില്ല? നിരാശ എടുത്തു കളയുക കേട്ടോ. നിരാശ ഒരിക്കലും നമ്മൾ നിരാശപ്പെടരുത്. നമ്മൾ നന്മയുടെ വഴിയിൽ ജീവിക്കുന്നവരാണ്. പിന്നെ നിരാശയുടെ ആവശ്യം നമുക്കില്ല. ശുഭപ്രതീക്ഷകളോടെ ആത്മധൈര്യത്തോടെ നമ്മൾ എന്ത് ചെയ്യുക? മുന്നോട്ട് പോവുക കേട്ടോ. ജീവിതത്തിൽ എവിടെ ഭയം അവസാനിക്കുന്നുവോ അവിടെ ജീവിതം തുടങ്ങുന്നു എന്നാണ് കേട്ടോ. ഒരിക്കൽ പോലും ജീവിതത്തിൽ എന്ത് ചെയ്യുക? ഭയത്തിന് സ്ഥാനം കൊടുക്കരുത് കേട്ടോ. നമ്മൾ നന്മയിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ഭയത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ. നന്മയും ഭയവും എന്താണ്? ശത്രുക്കളാണ്. എവിടെ നന്മയുണ്ടോ അവിടെ ഭയമില്ലെന്നാണ് കേട്ടോ. നന്മയുടെ മുമ്പിൽ ഒരിക്കലും എന്തിന് സ്ഥാനമില്ല? ഭയത്തിന് സ്ഥാനമില്ല കേട്ടോ. നമ്മളൊക്കെ നാളെക്കുറിച്ച് പലർക്കും ഭയമാണ്. നാളുകൾ എങ്ങനെയായിരിക്കും, ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം എങ്ങനെയായിരിക്കും എന്ന് പലരും ഓർത്തങ്ങ് ഭയപ്പെടാറുണ്ട്. ഭയത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. നല്ല ചിന്താഗതികൾ മാത്രം മതി നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് കേട്ടോ. പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു പോകും. നമ്മുടെ തൽക്കാലം നിർത്തുവാണ്. വീഡിയോ കാണുന്നവർക്ക് എന്ത് ചെയ്യുക? കാണുക.